രാവിലത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പതുക്കെ നമ്മുടെ ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരു സത്രം ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുള്ളതാണ്. എനിക്കിവിടെ ഒരു അടക്ക് ചോറ് പാത്രം ഉണ്ട്, ഞാൻ അത് എടുത്തിട്ട് വരാം. അത് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. ഞാൻ അത് റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഇത് കണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ഇത്തിരി ഭംഗി ഇങ്ങനെ വർണ്ണശപ്പളല്ല. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിലവിയാണ് എപ്പോഴും വീട്ടിൽ ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇവിടെ പണിക്ക് ചേട്ടന്മാരുള്ള കൊണ്ട് ഇതിലൊക്കെയാണ് ഞാൻ ചോറൊക്കെ കൊടുത്തു വിടാറുള്ളത്, കറികളൊക്കെ കൊടുത്തു വിടാറൊക്കെ ഉള്ളത്. ഇത് നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വരാറുണ്ട് കേട്ടോ. ആദ്യം ഇത് മേടിച്ചു, പിന്നെയാണ് ഞാൻ ഇത് കണ്ട അപ്പൊ ഇത് മേടിച്ചു. ഭയങ്കര ഇഷ്ടത്തോടു കൂടെ മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ചീരാച്ചിയിലൊക്കെ, അതായത് കുറച്ച് ദൂരെയൊക്കെ പണിക്ക് ചേട്ടന്മാർ പോകുന്ന സമയങ്ങളിൽ ഇതിൽ ചാറുകറി, ഉപ്പേരി, പപ്പടം, അച്ചാറ് എന്നുള്ള രീതിയിലൊക്കെയാണ് പോവാറുള്ളത്. കുറച്ച് പേരുണ്ടെങ്കിൽ ഇതാ പറ്റുള്ളൂ കേട്ടോ. അതായത് ഒരു 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലും കൂടുതലൊക്കെ ആണെങ്കിൽ 2ലൊക്കെ കൊടുത്തു വിടേണ്ടി വരും. അത് കാരണമാണ് 2 നമ്മുടെ വീട്ടിലുള്ളത് കേട്ടാ. പിന്നെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴ മാത്രല്ല, ഇവിടെ നമുക്ക് മുഴുവനും റബ്ബർ ഏരിയയാണ്. നമ്മള് എസ്റ്റേറ്റുകളാണ് ഇവിടെ ഉള്ളതാക്കും. അല്ലാതെ സത്യം പറഞ്ഞ ഇവിടെ എല്ലാവർക്കും നമ്മുടെ ഹാരിസന്റെ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പാടികളൊക്കെയാണ്, ഏക്കർ കണക്കിന് കിലോമീറ്ററുകളോളം ഇങ്ങനെ ഞാൻ നമ്മുടെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അങ്ങനെയാണുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കില്ല മഴ പെയ്തപ്പോ വിചാരിച്ചു എന്നാ പിന്നെ 3-4 റബ്ബർ അതിന്റെ മുകളിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു വിടാന്ന് വിചാരിച്ചപ്പോ ലെങ്കമ്മയൊക്കെ വീണ് ആകെ ഇവിടെ 2 ദിവസമായിട്ട് കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നല്ല നമ്മുടെ ബാക്ക് ടു റൂട്ടിലേക്കൊക്കെ വരണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ മഴ ചതിച്ചു ഗൈസ്. ഗംഭീര, ഞാൻ പറയാറില്ല ഇവിടെ നമ്മുടെ കാലാവസ്ഥ എക്സ്ട്രീം ആണെന്ന്. എക്സ്ട്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ മഴയാണെന്നുണ്ടെങ്കിൽ എന്റെ മുന്നേ മഴയോട് മഴ, വെയിലാണെന്നുണ്ടെങ്കിൽ ഗംഭീര വെയിൽ, കാറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറന്നു പോകുന്ന കാറ്റ്. എല്ലാ കാലാവസ്ഥകളുടെയും എക്സ്ട്രീമിലേക്ക് എത്തുന്ന ഒരു ഏരിയയാണ് നമ്മുടെ വല്ലൂർ എന്ന് പറയുന്നത്. അപ്പോ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോ എന്നാ പിന്നെ നമുക്ക് ഇന്ന് കറണ്ടൊക്കെ വന്നല്ലോ, ഷൂട്ട് ചെയ്ത് തുടങ്ങാലോ എന്ന് വിചാരിച്ച് നമുക്ക് പതുക്കെ നമ്മുടെ ലഞ്ച് പരിപാടികൾ ഇവിടെ ആരംഭിക്കാം. ഞാനത് കരിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിയില്ലേ. അടാട് അടാട് അടാടാടാട്. നമുക്ക് പച്ചമുളക് 2 പൊട്ടിച്ചാ ഇവിടുന്ന് നല്ല ഗംഭീര മഴ കേട്ടോ. എന്റെ ദൈവമേ, കുട്ടികളുടെ സ്കൂളൊക്കെ പൂട്ടൊക്കെ നീട്ടി വെക്കാവോ. ഐസയെയും മക്കളെയും കാണാൻ മോഹമില്ലാഞ്ഞിട്ടല്ല, പോകാൻ കഴിഞ്ഞില്ല. അതിനുള്ള കാശ് കയ്യിലില്ല. ഞാൻ പറഞ്ഞ സാധനം കിട്ടിയോ? കിട്ടി മോളെ. പക്ഷേ സൈസ് ശരിയാന്ന് അറിയില്ല. എന്റെ സൈസ് നിങ്ങൾക്ക് അറിയില്ലേ? ഞാനെങ്ങനെ അറിയാനാ? എന്റെ സൈസ് 32. അയാൾ മനസ്സിൽ കുറിച്ചിട്ടു 32 എന്ന് വെച്ചാൽ എത്ര വലുതാണ് അല്ലെങ്കിൽ എത്ര ചെറുതാണ്? എനിക്കൊരു സാധനം കൂടി വേണം കേട്ടോ. എന്താ വെച്ച മുടിപ്പിൻ, അത് ഗൾഫിലേക്ക് കിട്ടും, ലുലുവിന് കിട്ടും. മുകുന്ദൻ സാറിന്റെ പ്രവാസമാണ് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി സ്റ്റോറിയാണ്. നമ്മൾ പ്രവാസം സ്വീകരിച്ച ഒരു 100 കൊല്ലം മുന്നേ പ്രവാസം സ്വീകരിച്ച ആളെ കുറിച്ചും ഈ അടുത്ത് പ്രവാസം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ നാട്ടുകാരെ കുറിച്ചും പ്രതിപാദിക്കുന്ന അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു അടിപൊളി ഒരു നോവല്. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പണ്ടത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രവാസം സ്വീകരിച്ച ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ അവർ കൊണ്ടുവന്ന് തരുമ്പോഴൊക്കെ നമുക്ക് വലിയ സന്തോഷമാണല്ലേ. എങ്കിലും അവരുടെ ജീവിതം അവിടെ എങ്ങനെയാണെന്ന് വിളിച്ചോതുന്ന ഒരു
ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ തമാശയൊക്കെ കേട്ടോണ്ടിരിക്കല് ഭയങ്കര ഓപ്പൺ ആയിട്ടും അതുപോലെ തന്നെ കുറച്ച് നമുക്ക് വൾഗാരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതാണ് നോവൽ. ഇതൊന്നും വൾഗർ അല്ല. ഇതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ കടച്ചക്ക നമ്മൾ അടുപ്പത്ത് വെക്കട്ടെ. അങ്ങനെ പച്ചമുളകും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ തീയലാണ് ഉണ്ടാക്കണത്. അപ്പം നമ്മൾ ഉള്ളി ഒന്ന് സെറ്റാക്കി എടുക്കണമായിരുന്നു. കുറച്ച് അധികം ഉള്ളിയുണ്ട്. അപ്പോൾ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് ഇവിടെ തീയലൊന്നും വെക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം എപ്പോഴും ഈ കഴിച്ച് തന്നെ കഴിച്ച് നമുക്ക് ബോറടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉള്ളി തീയൽ ആക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ കുറേ ഉള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഉള്ളി മുഴുവൻ കേടൊന്നും ആവില്ല. എങ്കിലും ചില സമയങ്ങളിലൊക്കെ ചെറിയൊരു പൂപ്പലും ഒരു ചീയലൊക്കെ വരും. അപ്പോൾ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. ഈ ഉള്ളി അരിയുമ്പോൾ കണ്ണീരിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് സമ്മതിക്കണം കേട്ടോ. എൻ്റെ കണ്ണൊക്കെ ഒരു പരുവായി ഉണ്ടായിരുന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു കടച്ചക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും നല്ല പഴുത്ത പച്ചമുളക് ഉണ്ടായിരുന്നു. അതും കൂടി എന്നിട്ട് കറക്കി നമ്മുടെ പാൻ എടുക്കുന്നു, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ഈ സംഭവങ്ങൾ അതിലോട്ട് ഇടുന്നു, വീണ്ടും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നു. ഈ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ മുരിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരണ വരെ നമ്മളത് നമ്മുടെ വെളിച്ചെണ്ണയിൽ മൂപ്പിക്കണം എന്നാണ് പറയുക. എന്നാലാണ് എനിക്ക് കൊതി വരുന്നു ആ മണത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ. എന്നാലാണ് ആ കറിക്ക് അതിൻ്റെതായ രുചി ഉണ്ടാവുള്ളൂ അത്ര. അപ്പം നമുക്ക് അതിനെ നന്നായിട്ടൊന്ന് കുറച്ചും കൂടി ഒരു മുളക് പൊടി ഒരു കളറൊക്കെ വരണ്ടേ നമ്മുടെ കടച്ചക്കയ്ക്ക്. മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ കടച്ചക്ക ഉണ്ടല്ലോ അതൊക്കെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ട് വേവിച്ച കാരണം കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ കടച്ചക്കയ്ക്ക്. ഈ കടച്ചക്ക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന റെസിപ്പി എന്താണെന്ന് ചേച്ചിമാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ അനിയന്മാരോ അനിയത്തിമാരോ ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതേ കണ്ടോ, ഇത് അടിപൊളിയായിട്ട് നല്ല കളറോട് കൂടിയൊക്കെ വന്നിട്ടുണ്ട്. പാത്രത്തിൽ ചെറിയൊരു വലിപ്പം കുറവുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാത്തിനും എല്ലാ ഭാഗങ്ങളിലേക്കും മസാലയൊക്കെ റെഡിയാവുന്ന വിധം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തീയലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് വേണ്ടത്. തീയൽ എനിക്ക് ഉണ്ടാക്കി വലിയ പരിചയമില്ലാത്ത കാരണം ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോസിനെയൊക്കെ ഞാൻ നമ്പിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ അങ്ങോട്ട് അടിച്ചു വിട്ടു. ഒരു ഐഡിയ കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ നമ്മളെ പോലെയാണ് പോലെ അങ്ങനെ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു അരമുറി, വലിയ മുറിയായിരുന്നു, അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞ പോലെ നാളെ ചേട്ടന്മാർക്ക് ജോലിക്ക് പോകുമ്പോഴേ, അതായത് അവർ പാടത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് അധികം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പൊടികൾ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നപ്പോഴാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മണ്ണിന്റെ കളറൊക്കെ ആയി വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനുള്ളിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്തത്. കുറച്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് അതിൽ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നു. എന്നിട്ട് നമുക്കിത് ഈ എന്താ പറയുക, തേങ്ങയല്ലേ, തേങ്ങ നമ്മൾ നന്നായിട്ട് ചൂടാറുമ്പോൾ മിക്സിയിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ണ പോലെ കിട്ടും. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു, വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും വേപ്പിൻ്റെ ഇലയും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വരട്ടിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നാക്കി വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷടപടയെന്ന് നമ്മുടെ കൂട്ടാൻ വെപ്പും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. ഇതൊക്കെ ചേച്ചിമാരെ എനിക്ക് പറഞ്ഞു തന്ന ഐഡിയാസ് ആണ്. ഞാൻ പിന്നെ എൻ്റെ അനിയത്തിമാർക്ക് പറഞ്ഞെടുക്കുന്നത് മാത്രം. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ഉള്ളി ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് വരണം. അങ്ങനെ തന്നെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ ഒരു ഉള്ളിയിൽ പിടിക്കാൻ വേണ്ടി മാത്രമുള്ളത്. എന്നിട്ട് നമ്മൾ പുളി നേരത്തെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിഴുപുളി അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു പുളിയും നല്ല എരിവും പിന്നെ നല്ല ഒരു വെങ്കായത്തിൻ്റെ, അതായത് നമ്മുടെ കുഞ്ഞുള്ളിയുടെ ആ ഒരു മണമൊക്കെ വരുമ്പോൾ എൻ്റെ സാറേ ഇത് പുളി കറിയാണ് കേട്ടോ. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിടിച്ചിട്ട് നമുക്ക് ഒരു പറ ചോറുണം, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, നാളികേരത്തിൻ്റെയും ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒരരപ്പ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 20 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ചെറു തീയിലിട്ടിട്ട് തിളപ്പിക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതിനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറി 2-3 ദിവസമൊക്കെ ഇരിക്കും തോറും നമ്മുടെ മോര് കൂട്ടാൻ്റെ പോലെയാണ്, നല്ല ടേസ്റ്റ് വരും. അതോടൊപ്പം തന്നെ നമുക്ക് മുട്ട പൊരിക്കാം. മുട്ട പൊരിക്കലില്ലാണ്ട് എന്ത് അടക്ക ചോറ് പാത്രം എന്ന്. അങ്ങനെ മുട്ട നമ്മുടെ ചോപ്പർ കൂട്ടൻ തന്നെയാണ് നമുക്ക് പൊരിച്ചു തരുന്നത്. അപ്പോൾ ശ്രീകുട്ടൻ ബാക്കി മുട്ടയൊക്കെ ഒതുക്കി വെക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ മുട്ട ഇതിൽ ഇത്തിരി എന്താടാ വെളുത്തുള്ളി ഇത്തിരി ഉള്ളി ഇട്ട് കൊടുക്കുക, 2 മുട്ട പൊട്ടിയിട്ട് കൊടുക്കുക, ഇത്തിരി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക, ഇത്തിരി പച്ചമുളക് ഇടുക, പിന്നെ കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ട് 4 വലിക്കുക. സംഭവം സെറ്റ്.
ചേട്ടന്മാർക്ക് അവിടെ വാഴയില പണി, ചീരാച്ചി പറമ്പിലത്തെ വാഴയില പണി. അപ്പൊ കാലത്ത് പോകുമ്പോ നമുക്ക് ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോലും ബുദ്ധിമുട്ട്. 7 മണിയാകുമ്പോ പോകണം. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോ ഇങ്ങനെ ആടിയോ അല്ലെങ്കിൽ കാലത്തെ കഞ്ഞി വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷെ അവിടെ അവൈലബിൾ ആണ്, കഞ്ഞി കിട്ടുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു കറികൾ ശരിയാവണില്ല, ചോറ് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ, കറികൾ ശരിയാവണില്ല. അപ്പൊ പറഞ്ഞു ഉണക്കമീനാ ചമ്മന്തി എന്തെങ്കിലും. അവർക്ക് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ ചെമ്മീൻ ചമ്മന്തി എന്തായാലും ചോറ് മാത്രം നിറക്കില്ല, അപ്പൊ ഇത്തിരി ചെമ്മീൻ ചമ്മന്തി ആവാന്ന് വിചാരിച്ചു. പിന്നെ ശ്രീകുട്ടന് യൂണിഫോം എടുക്കലും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. ചെരുപ്പ് മേടിക്കില്ല, ഒരു കുന്നാല പണിയുണ്ട്. ഇന്നത്തെ ദിവസം ഉള്ളി നന്നാക്കി തീരുന്ന തോന്നുന്നു. ഒരു ഉള്ളി ഞാൻ നന്നാക്കണം. പിന്നെ ആ ഉള്ളിപ്പോട്ടൊന്ന് വെടുപ്പായിട്ടോ, അത് കാരണം കുറെ ഉള്ളി പഴയതൊക്കെ ഇരിക്കണ്ടായിരുന്നു. നമ്മുടെ ഓണത്തിന് മേടിച്ചതൊക്കെ ഇരിക്കണ്ടായിരുന്നു. അടുത്ത കൊല്ലം ഓണം പറയും, ഓണല്ല വിഷു. കുറെ ഉള്ളി വേണമെന്നേ. അതാണ് ആ ചെമ്മീൻ ചമ്മന്തിയുടെ ഒരു പ്രത്യേകത. നാളികേരം കൂടി ഇടാം നമുക്ക്, അപ്പൊ കുറച്ച് മതിയായിരിക്കും. എന്നിട്ട് നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തെ ഇപ്പോൾ ഒരു മുട്ട ഉണ്ടെങ്കിൽ ചേച്ചി ഞാനൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊച്ചായിരുന്നു. അത് കാരണം കൊണ്ട് അവിടം വരെ ചേച്ചിയായിട്ട് വലിയ കാര്യമായിട്ടുള്ള ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ചേച്ചിയൊക്കെ ബോണ്ടിങ് വന്നിട്ടുള്ളത് ഞാൻ പൂനെയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ടുള്ള ശേഷമാണ്. പിന്നെ ഇത്രയും കഠിനമായ ബോണ്ടിങ്ങും കാര്യങ്ങളും വന്നിട്ടുള്ളത് കേട്ടോ. അത് കാരണം കൊണ്ട് ചേച്ചിയുമായിട്ടുള്ള ബാല്യത്തിലെ ഓർമ്മകൾ എന്ന് പറയാനായിട്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ഉള്ളത് തന്നെയാണ് ഈ മുട്ട പൊരിച്ചതിന്റെ ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഓർമ്മയുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ പഴയ ഉടുപ്പും ചെരുപ്പൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതൊരു വലിയ ഓർമ്മയാണ് കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ചെമ്മീൻ നന്നായിട്ട് വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഓൾറെഡി നമ്മൾ വറുത്ത് വെക്കുന്നതാണ്. ഇവിടെ ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ നന്നായിട്ട് വറുത്ത് വെക്കും. പിന്നെ അതൊന്നും കൂടി ഒന്ന് ചൂടാവട്ടെ എന്ന് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് സാധാരണ നമ്മൾ ഈ വക സംഭവങ്ങൾ, നമ്മുടെ വേപ്പിൻ്റെ ഇല, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പുളി, പിന്നെ പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാനിട്ട് കൊടുക്കും. പിന്നെ നാളികേരം കൂടി ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്ത് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തൊന്ന് അരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചെമ്മീൻ ചമ്മന്തി സെറ്റായിട്ടോ. ഇതും കുറേ ദിവസം ഇരിക്കും. എനിക്ക് തോന്നുന്നു 1 മാസമൊക്കെ ഇരിക്കും തോന്നുന്നു, കേടാവാതെ എങ്ങനെ ഇരിക്കും ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ മാങ്ങയൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കേടാവും കേട്ടോ. നമ്മൾ മറ്റേ പിഴുപുള്ളിയല്ലേ ഇടുന്നത്. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ പാത്രത്തേക്ക് നിറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. ഈ കാസ്റ്റ് ചെയ്യാൻ ഐറ്റംസ് ഒക്കെ നമ്മൾ കഴുകി അപ്പം തന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ഒന്ന് ചൂടാക്കി വെക്കണം. അല്ലെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് തുരുമ്പ് വന്ന് ആകെ ഒരു വൃത്തികെട്ട അവസ്ഥയല്ലോ. പിന്നെ പാത്രം കഴുകാൻ നേരത്ത് ചെവിയിലൊക്കെ എന്തെങ്കിലും കുത്തിക്കയറ്റി നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകുന്നതിൻ്റെ ആ അലസത ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവായി കിട്ടും. കാരണം ഈ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല പരിപാടിയൊന്നും അല്ല. എനിക്ക് ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ പാത്രമൊക്കെ കഴുകി ഞങ്ങളുടെ സിങ്കൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. എന്നോടൊരു ചേച്ചിമാർ കഴിഞ്ഞ വ്ളോഗിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിമാരാന്ന് തോന്നുന്നു, പ്രോബബ്ലി അവരാണല്ലോ നമുക്ക് കൂടുതലും കമൻറ്റ്സ് അയക്കുന്നവർ. ഈ മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം കൊണ്ടാണ് കിച്ചൺ ഇങ്ങനെ വൃത്തികേടാവുന്നതെന്ന് പറഞ്ഞു. എൻ്റെ കിച്ചൺ വൃത്തികേടാവാറില്ല കേട്ടോ. ഞാൻ എന്നും എത്ര തിരക്കുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടിട്ടാണ് കിടക്കാറുള്ളത്. പിന്നെ ഈ ഡീപ്പ് ക്ലീനിങ് ചെയ്യാന്നുള്ളതിൻ്റെ അർത്ഥം മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതല്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇതിപ്പോൾ നമ്മുടെ ഉള്ളിക്കോട്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടൽ, അതുപോലെ തന്നെ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന നമ്മുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മുടെ ഇന്നത്തെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ചോറും പാത്രം നിറയ്ക്കലായിരുന്നല്ലോ. ആ കലാപരിപാടിയിലേക്ക് കിടക്കാം. ചോറിടുന്നു, അതിൻ്റെ മുകളിൽ നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെയുള്ള നമ്മുടെ ഈ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടല്ലോ, അതങ്ങോട്ട് നമ്മൾ ഉരുട്ടി വെച്ച് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് നമ്മൾ ചെറിയൊരു കഷ്ണം വെച്ച് കൊടുക്കുന്നു. ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരുപാട് കറികൾ ഉണ്ടാകുമ്പോൾ ചോറ് വളരെ കുറച്ചാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ നമുക്ക് കറികളൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ചെയ്യും. പിന്നെ ഈ ചോറ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു ഡിഷ് എന്നുള്ള രീതിയിൽ വിളമ്പിയാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത അടക്ക് വെക്കുന്നു. അതിലോട്ട് നമ്മുടെ ഈ ഒരു തോരൻ ഇട്ട് കൊടുക്കുന്നു. കടച്ചക്ക തോരൻ എന്ന് പറയും. കടച്ചക്ക തോരനല്ല കേട്ടോ, നമുക്കിവിടെ എല്ലാം ഉപ്പേരിയാണ്. അപ്പോൾ നമ്മൾ ഉപ്പേരി എന്ന് തന്നെയാണ് പറയുക. ഇതിനെ മെഴുക്ക് വരട്ടി എന്ന് പറയുന്നൊന്നുമില്ല ചില നാട്ടിലൊക്കെ. നമുക്കത് ഉപ്പേരിയാണ്. കടച്ചക്ക ഉപ്പേരി ഇട്ട് കൊടുക്കുന്നു. കടച്ചക്ക നമുക്ക് ഈ തീയിൽ വെക്കുന്ന പോലെ വെക്കാം കേട്ടോ, അടിപൊളിയാണ്. അതിനുശേഷം നമുക്ക് തീയിൽ ഒഴിച്ചു കൊടുക്കാം. തീയിൽ നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് നാളത്തേക്ക് ചേട്ടന്മാർക്ക് ആവശ്യമുള്ളതുണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എല്ലാവർക്കും ആയി കഴിഞ്ഞപ്പോൾ ഈ അടക്കിൽ മാത്രം വെക്കാനായിട്ട് ഒന്നുമില്ല. പൊതുവെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എല്ലാവരും കേസരി ഒക്കെയാണ് കൊണ്ടുവരെ കഴിക്കാനായിട്ട്. മധുരം അവർക്ക് നിർബന്ധമാണ്. അപ്പം നമ്മൾക്ക് ഒത്തിരി കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചില്ല. നല്ല ക്രീമൊക്കെ ഒഴിച്ച് നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഒരു കേസരി. അപ്പോൾ റവ എടുത്ത് ഉണ്ടാക്കുക. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. റവ ആദ്യം വറുത്തെടുക്കാം കേട്ടോ.
കുറച്ച് മതി. ഇവിടെ മധുരം അങ്ങനെ അധികം കഴിക്കും കുറവാ. ശ്രീകുട്ടനാണ് ഇത്തിരി മധുരം കഴിക്കുന്നത്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ആ റവയിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. പാലിനെ ഒഴിക്കണമെന്നില്ല കേട്ടോ, ചിലർ വെള്ളത്തിൽ ഉണ്ടാക്കണവരുണ്ടെന്ന് തോന്നുന്നു. ഞാനപ്പോൾ പാല് നമ്മളിവിടെ ഉള്ള കാരണം കൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് കുറച്ചധികം പാല്, ആ ഒരു റവ വെന്ത് കിട്ടാനായിട്ടുള്ള ഒരു പാല് ആക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് കളർ നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറിന് വേണമെങ്കിൽ ഉപ്പ് ചേർത്താലും മതി. പക്ഷെ ഞാൻ കുറച്ച് കളർ ചേർത്തു എന്ന് മാത്രം. ഉപ്പല്ല, മഞ്ഞപ്പൊടി ചേർത്താലും മതി. ഞാൻ കുറച്ച് കളർ ചേർത്തു എന്ന് മാത്രം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോഴാണ് ആ ഒരു ഒരു മധുരം ഇങ്ങനെ ബാലൻസ് ആയിട്ട് നിൽക്കുള്ളൂ. ഇനി നമ്മൾ നല്ല നെയ്യൊക്കെ ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു 10 മിനിറ്റിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്ക് ഉണ്ടല്ലോ, നമ്മുടെ കുട്ടികളുടെ സ്നാക്ക് ബോക്സിലേക്കും അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ടൊക്കെ വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി നമ്മുടെ റവ കേസരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ തട്ടും ഏകദേശം ഫില്ലായ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോറും പാത്രത്തിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചോറും പാത്രം ഇങ്ങനെ നിറച്ച് നമ്മുടെ ഭർത്താക്കന്മാർക്കോ മക്കൾക്കോ ഒക്കെ വിളമ്പുമ്പോൾ അവർക്ക് ഇച്ചിരി സന്തോഷമൊക്കെ ഉണ്ടാവും. കാരണം വല്ലപ്പോഴും എത്രയും വിഭവങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നത്. എന്നും നമ്മുടെ വീട്ടിൽ ചാറുകറി ഉണ്ടാവും, എന്തെങ്കിലും വറുത്തത് ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ചമ്മീൻ ചമ്മന്തി മുട്ട വിരിച്ചത് അതൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ആണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഭാഗ്യന് കൊടുക്കാം. ഭാഗ്യനാണ് ഇതൊക്കെ കഴിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ. മനസ്സിലായി. അത് റവ കേസരി, ചമ്മന്തി ഉണ്ട്, മുട്ട പൊരിച്ചതും അല്ലേ? അടിപൊളി. നല്ല വിശപ്പുള്ള സമയമാണ്. ഇതിലെന്താണ് നോക്കാം. ഈ കടച്ചക്ക അടിപൊളിയാണ്. ഇതെന്തിട്ട് മോനെ? ഉള്ളിത്തീയിലാണ്. മധുരം കുറവായിട്ട് ഉണ്ണട്ടാണോ? അങ്ങനെ ഭാഗ്യം എന്താ നമ്മുടെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്ന ആ ബോക്സ് അങ്ങോട്ട് തുറന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ചോറെടുക്കുന്നു, ചമ്മന്തി കൂട്ടി കഴിക്കുന്നു, മുട്ട കൂട്ടി കഴിക്കുന്നു. നന്നായിട്ട് വിശന്നിരിക്കുന്ന നേരത്താണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ വായിൽ വെള്ളമൊക്കെ വരില്ലേ? എനിക്ക് വെള്ളമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭാഗ്യനെ ആസ്വദിച്ചിരുന്ന് കഴിക്കട്ടെ. നമുക്കിത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പുറത്ത് പോകേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ശ്രീകുട്ടൻ്റെ സ്കൂളിൽ നമ്മളിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ശ്രീകുട്ടൻ്റെ പുസ്തകങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, യൂണിഫോം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ 2 ദിവസം കൂടെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്കൂൾ പൂട്ട് മാറ്റി വയ്ക്കുക, അല്ല സ്കൂൾ തുറക്കൽ മാറ്റി വയ്ക്കുകയെന്നൊന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും നമുക്കൊന്ന് യൂണിഫോമൊക്കെ തയ്ക്കാൻ കൊടുക്കാൻ പോയിട്ട് വരാം. നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ല കേട്ടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇല്ല, വൈഫൈ ഇല്ല, വെള്ളം ഭാഗ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പതുക്കെ നമുക്ക് കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഭാഗ്യം വന്നിട്ടുണ്ട്. ശ്രീകുട്ടൻ്റെ യൂണിഫോമിൻ്റെ അളവെടുത്തിട്ട് ഇക്കൊല്ലം തൊട്ട് അവന് പാൻസാണ്. അപ്പോൾ അത് നമുക്ക് പാൻറ്റു അപ്പോൾ പാൻസ് തയ്പ്പിക്കാനായിട്ട് അളവെടുക്കാനായിട്ട് സുനിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകണം. 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. സുനിച്ചേട്ടൻ നാളെ മറ്റന്നാൾ തയ്ച്ചു തരുമായിരിക്കും. അപ്പോൾ എന്നാലും അതിനൊന്ന് പോകണം. പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യണം. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല, ഞാൻ ബോറടിച്ച് മരിക്കും. ഒന്നാമത്തേൽ നെറ്റില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറയേ വേണ്ടല്ലോ, എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റണില്ല. അപ്പോൾ ഭാഗ്യന് ഇവിടെ നല്ല പണിയില്ല. ഭാഗ്യന് എന്തോ കുറേ പപ്പകായ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വർഷക്കാലമല്ലേ, പപ്പകായക്കൊക്കെ ഡിമാൻഡ് കുറയുക കേട്ടാ. ഡിമാൻഡ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും 50 രൂപ. ഓക്കെ കുറച്ചാ പൊട്ടിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ. ഇനിയുണ്ട് കുറെ പൊട്ടിക്കാൻ, അത് ഒന്നിച്ചുകൊണ്ടുപോയപ്പോ ചെലവാവില്ല. കർഷക വേഷത്തിലാന്ന് പോവാ നമുക്ക്. കർഷകരെയും കൂട്ടി നമ്മളിത് നമ്മുടെ വാഴത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വാഴത്തോട്ടമൊക്കെ ആകെ മാറിയിട്ടോ, മഴയൊക്കെ പെയ്ത് ആകെ അങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും അധികം കാണാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ആലെന്ന് പറയുന്നത്. ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഇലകളൊക്കെ ഇങ്ങനെ ചൂളം വിളിക്കുന്ന പോലെ തോന്നും. ഭയങ്കര എന്താ പറയുക, കുറച്ചും കൂടി കഥാത്മകമായി പറഞ്ഞതാണ്, കവിതാത്മകമായിട്ടൊക്കെ. അങ്ങനെ നമ്മൾ വാഴത്തോട്ടത്തിലേക്ക് പോയപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. നമ്മുടെ വാഴയുടെ ഇലകൾ മൊത്തം ഇങ്ങനെ മഞ്ഞ കളറായിട്ട് നിൽക്കണം. എന്താ പറ്റിയെന്നറിയില്ല, കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി. എന്നാലും ഭാഗ്യൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോവാണ്. കാരണം അറിയാൻ വേണ്ടിയിട്ട് ചേട്ടന്മാർ അവിടെ വാഴയ്ക്ക് വള്ളി കെട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലം ആകുമ്പോൾ കൊലച്ച വാഴകളും കൊലയ്ക്കാത്ത വാഴകളും ഒക്കെ നമ്മൾ വള്ളിയിട്ട് കെട്ടി നിർത്തും. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നമ്മൾ ഇത്രയും കാലത്ത് നമ്മുടെ അധ്വാനം ഉണ്ടല്ലോ അതിങ്ങനെ പോവും, ചാഞ്ഞ് കിടന്നും ഒടിഞ്ഞും ഒക്കെ.
അത് കാരണം നമുക്കിതൊക്കെ ഒന്ന് വള്ളിയിടുന്നത് കാണാം, ചേട്ടന്മാരുടെ അടുത്തേക്ക് പോവാം, അവരോട് കുശലം ചോദിക്കാം, ഭാഗ്യനോട് ഇതിനെന്താണ് പ്രതിവിധി എന്നും ചോദിക്കാം. മഞ്ഞളിപ്പ് വന്നതുണ്ട്, വാഴയ്ക്ക് എന്തോ കംപ്ലൈൻ്റ് ആണ് ഭാഗ്യം പറയുന്നത്. മണ്ണിൻ്റെ ആണോന്ന് അറിയില്ല, അതോ കന്നിൻ്റെ ആണോന്ന് അറിയില്ല. അത്ര നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ടല്ലോ കൃഷി എന്ന് പറയുന്നത് ഒരു ലക്കാണെന്നുള്ളത്. ഇതിപ്പോൾ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. ഇത് നമ്മളെന്തോ സംഭവം ഫംഗസ് എന്താ വന്നതിൻ്റെയാണ്, മരുന്ന് തെളിച്ചാൽ മാറുന്നതാണ്. കണ്ടോ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീണ ഒരു വാഴ കണ്ടോ. ഇതിങ്ങനെ എല്ലാതും പതിവാണ് കേട്ടോ, 1-2 വീഴുന്നൊന്നും പ്രശ്നമല്ല. പക്ഷെ ചില സമയങ്ങളിൽ 10-120 വാഴയൊക്കെ വീണ വർഷമുണ്ട് നമുക്ക്. ഇപ്പോൾ വാഴ ചില കൊലകളൊക്കെ നല്ല ഭംഗിയിൽ നല്ല വലിപ്പമുണ്ട്, ചിലതൊക്കെ കുഞ്ഞിയ കൊലകളാണ്. അപ്പോൾ ഭാഗ്യം പറയാം അതൊക്കെ ഉണ്ടാവും മോനെന്ന്. പക്ഷെ നമുക്കത് കാണുമ്പോഴേ ഭയങ്കര സങ്കടമാണ്. കാരണം അവരെന്തോരം പണിയെടുത്തതാ ഇതിൻ്റെ ഉള്ളിൽ, കഴിഞ്ഞ 1 വർഷമായിട്ട് ഇങ്ങനെ പണിയെടുക്കണതല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി. ഭാഗ്യന് അപ്പുറത്തെ പറമ്പുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. ഇവിടെ 3 സെക്ഷനായിട്ടാണ് പറമ്പുള്ളത്. വാഴത്തോട്ടം തന്നെയാണ് കേട്ടോ മൊത്തം. അപ്പോൾ നമുക്ക് ശ്രീകുട്ടന് പോകുന്ന വഴിക്ക് ചെരുപ്പ് മേടിക്കണം. അവന് മേടിക്കേണ്ടത് കീറ്റോസ് നമ്മുടെ ഈ ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരെണ്ണെടുത്തു. അതിന് വേറെ കളറുകളൊന്നും പാടില്ല എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചുരിദാർ പാൻറ്റാണ് ശ്രീകുട്ടന് ഇക്കൊല്ലം തൊട്ട്. അപ്പോൾ പാൻറ്റിൻ്റെ തുണിയെടുത്ത് സുനിയേട്ടനെടുത്ത് തയ്ക്കാൻ കൊടുത്തു. പിന്നെ കടയിലെത്തിയപ്പോൾ പുതിയ 2-3 നെയിൽ പോളിഷൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മയ്ക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അമ്മ അതൊക്കെ കാണിച്ചിരുന്നു. എന്താന്നല്ലേ. അങ്ങനെ ഭാഗ്യനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിറച്ച് കായൊക്കെ നിൽക്കുന്നു. അപ്പോൾ കായയുടെ സമയമെന്ന് തോന്നുന്നു. എല്ലാവരും കായൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യൻ്റെ സന്തോഷം കണ്ടല്ലേ മുഖത്തെ. അങ്ങനെ നമ്മൾ കായക്കൊലകളുടെ ഉള്ളിൽ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അതൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കടയിൽ നമ്മൾ മാംഗോ ഷേക്ക് അടിക്കുന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. ലക്ഷ്മിക്കുട്ടി എനിക്ക് അടിച്ചു തരുന്നൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഇതിൽ നിന്ന് അടർത്തിയെടുത്ത പേജുകളാണ് ഞാൻ അവിടെ തുന്നിക്കൂട്ടിയത്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ചേട്ടന്മാരുടെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ചേട്ടന്മാരിവിടെ മഴയായപ്പോഴേ ഈ ചാക്കുകൾ മാറ്റി നിറയ്ക്കുക. 1-2 ചീഞ്ഞതുണ്ടെങ്കിൽ ഒക്കെ ചെയ്യും. അപ്പോൾ അവർ ആ ചീഞ്ഞത് മാത്രം എടുത്ത് കളഞ്ഞ് വേറെ ചാക്കിലേക്ക് നിറയ്ക്കുക. അവിടെ ശുചി ചെയ്യണ്ട. അളിയാണ് കേട്ടോ. ഞാൻ അത് കാരണം മുകളിലേക്ക് പോവുക. കടയത്തെ കണക്കും കാര്യങ്ങളും നോക്കി കുറച്ച് നേരം നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. മഴയാണ് ഇവിടെ, പ്രത്യേകിച്ച് പരിപാടികളും പണികളൊന്നും ഇല്ല, തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ജ്യൂസ് അടിച്ചായോ അല്ലെങ്കിൽ എനിക്കൊരു ഷേക്ക് അടിച്ചായോ ലക്ഷ്മി എന്ന്. അങ്ങനെ ആൾ ഷേക്ക് അടിച്ചു തരാൻ പോയതാണ് കേട്ടോ. കായക്കുലകൾക്കുള്ളിലാണ് നമ്മുടെ ഇന്നത്തെ ബാക്കിയുള്ള പരിപാടി. നിറച്ച് കായക്കുല. വാവ്. വല്ലൂർ നമ്മുടെ വാഴയിൽ നമ്മളെ സഹായിക്കാൻ വരുന്ന ചേട്ടന്മാർ തന്നെയാണ് ഇവിടെ ചീരാജി പറമ്പിലേക്ക് പോകുന്നത്. അപ്പോൾ മഴയായിരുന്നു, ഗംഭീര മഴ. അതിനോട് നമ്മൾ വല്ലൂർക്ക് പോവാണ്. എല്ലാം കൂടി ഒരുമിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അത് കാരണം ഇന്നലെ കിച്ചൺ ക്ലീൻ ആക്കി. ഇന്നപ്പോൾ നമ്മുടെ റൂമിലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിടാം എന്നാണ് വിചാരിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും അങ്ങനെ വലിയ അഴുക്കൊന്നും ആവില്ല കേട്ടോ. അത് കാരണം ഞാൻ 5-6 ദിവസം കൂടുമ്പോഴൊക്കെയാണ് മാറ്റുന്നത്. എൻ്റെ കുറച്ചും കൂടെ ഈ റൂമിലാണ് മിക്കതും ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങണത്. അപ്പോൾ കുറച്ചും കൂടെ സമയം എടുക്കും. ഭാഗ്യൻ്റെയും ശ്രീകുട്ടൻ്റെയും പെട്ടെന്ന് മാറ്റാറുണ്ട്. അങ്ങനെ ഇതാണ് അവരുടെ റൂം കേട്ടോ. മറ്റേത് നമ്മുടെ റൂം. പുതിയ ബ്ലാങ്കറ്റാണ് അത് നമ്മുടെ. ഞാൻ 2 മറ്റോ മേടിച്ചതാണ്. അപ്പോൾ ഇത് വെൽവെറ്റിൻ്റെ ആണ് കേട്ടോ. എനിക്ക് റെഡി ടു ഫിറ്റ് ബെഡ്ഷീറ്റാണ് കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടെ അവിടെ അങ്ങനെ അടങ്ങി ഒതുങ്ങി ആളാണ്ട് കിടന്നോളും. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഭാഗ്യം ഞാൻ പറയാറില്ല അലർജിയുടെ പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ ഈ റൂം നമ്മൾ മിക്കതും 2-3 ദിവസം കൂടുമ്പോൾ ഞാനൊന്ന് വാക്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കാറാണ് പണ്ടത്. പൊടിക്കാണ് ആൾക്ക് അലർജി ഉള്ളത്. അത് 4++ലെ കിടക്കണം. പക്ഷേ ശ്രീദേവി മാഡത്തിനെ കണ്ടിട്ട്, നമ്മുടെ SBMലത്തെ ശ്രീദേവി മാഡത്തിനെ കണ്ടിട്ട് പിന്നെ അലർജി വന്നിട്ടില്ല. എന്നാലും ഞാനൊരു മുൻകൂർ എന്ന പോലെ ഇതൊന്ന് വൃത്തിയാക്കി ഇടാറുണ്ട് എപ്പോഴും. ഓരോ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി, അതായത് എന്നും ഒരുമിച്ച് വൃത്തിയാക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഭയങ്കര ഹെക്റ്റിക്കായിട്ടും ഭയങ്കരമായിട്ടും നമുക്ക് കുറേ പണിയെടുത്ത പോലെയും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു. 2 റൂം മാത്രമേ അടക്കി പെറുക്കാനൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ചധികം നേരത്തെ പരിപാടിയാണ് റൂം ഒതുക്കി വൃത്തിയാക്കി വെക്കൽ. ഗംഭീര മഴയാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ ചെടികളൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടീനിയൊക്കെ ഒന്ന് മുകളിലേക്ക് എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം. നാളെ ഷൂട്ടുണ്ട് നമുക്ക്. നാളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നാളേക്ക് വേണ്ടിയിട്ട് വീടൊന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഗംഭീര മഴയാണ്. മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടച്ച് കെട്ടിയിട്ടുള്ള മഴയില്ലേ. സന്ധ്യ ആകുമ്പോഴേക്കും നമുക്ക് തോന്നും പാതിരാത്രിയായിരുന്നു. കണ്ണോട് കണ്ണ്
മൂക്ക് മുട്ടിയാൽ കാണാത്ത രീതിയിലുള്ള മറ്റേ ഇതെന്ന് പറയില്ലേ, നമ്മുടെ ഇരുട്ടെന്ന് പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചുറ്റും ഇങ്ങനെ പ്രാണികളൊക്കെ ഓടിക്കൊണ്ട് കിടക്കും. അപ്പം ഞാനിനിയിപ്പോൾ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനൊന്നുമില്ല, ഇവിടെ എന്തായാലും ഒതുക്കി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് മാസങ്ങളായിട്ട് മേടിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ശ്രീകുട്ടൻ്റെ പുസ്തകങ്ങളാണ്. ഇത് നമുക്ക് മുഴുവൻ ചട്ടയിടാനുള്ളതാണ്, അതായത് കവർ ചെയ്യാനുള്ളതാണ് കേട്ടോ. ശ്രീകുട്ടനെ നമ്മൾ ഇന്ന് മേടിച്ച ചെരുപ്പ് ഇതേ കണ്ടോ. പിന്നെ മഴക്കാലത്ത് ഈ ഒരു ചെരുപ്പും, അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പിന്നെ അടുത്തൊരു ഓർഡർ വരുന്നവരെ ഷൂ ഇട്ടാൽ മതി. അതുവരെ ഈ ചെരുപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യണം. ഇതുമ്പോൾ വേറെ കളേഴ്സും കാര്യങ്ങളൊന്നും വരില്ല, ഫുൾ ബ്ലാക്ക് വേണം. അപ്പോൾ അത് നമ്മൾ മേടിച്ചു. പിന്നെ യൂണിഫോം നമ്മൾ ഓൾറെഡി അവിടെ തയ്ക്കാൻ കൊടുത്തു സുനിച്ചേട്ടൻ്റെ അടുത്ത്. സുനിച്ചേട്ടൻ ബനിയനെല്ലാം ആയ കാരണം കൊണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല അല്ലേ ശ്രീകുട്ട. അപ്പോൾ ഓരോന്നോരോന്നായി തുറക്കവേ. ഇത് നമ്മൾ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതിങ്ങനെ ആക്കണതാണ്. നമ്മളിങ്ങനെ ഗ്ലാസ്സിലിട്ടിട്ട് അങ്ങനെ ഗ്ലാസ് എടുത്തോണം വരും അമ്മയ്ക്ക്. ശ്രീകുട്ടൻ പിണങ്ങിയിരിക്കുക, ഞാൻ അവന് കൊടുക്കാത്ത കാരണം. വാ കാണിച്ചായ അമ്മയ്ക്ക് ഇതിങ്ങനെ ആക്കണതാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാധനം എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് 120 രൂപ മറ്റോ ആണല്ലോ. ഞാൻ ഇവിടെ വില എഴുതി കാണിക്കുന്നത്. നമ്മൾ മീഷോന്ന് മേടിച്ചതാണ്. ഓ അതല്ലേ, ശ്രീകുട്ടനെല്ലാം അറിയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരാഗ്രഹം അല്ല, മുട്ടയൊക്കെ പൊരിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്ലാറ്റേഴ്സ് ഇല്ലേ, അതിൻ്റെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കളറ് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. വലിയ വിലയൊന്നുമില്ല, 200 സംതിങ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ അത് മേടിക്കില്ല എന്നുള്ള എനിക്കറിയാമല്ലോ. അപ്പോൾ ഇതാണ് ഒരു പാത്രം. അത് സെറാമിക്കാണ് കേട്ടോ. അതേ കണ്ടോ. ഇപ്പം എൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെക്കാം. എൻ്റെ കൈ കുഞ്ഞു കൈയാട്ടാ. ഇവിടെ ഇരിക്കുക അമ്മയ്ക്ക് കൂട്ടിനിരിക്കുക. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തന്നെ വെക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് നമുക്ക് അല്ലെങ്കിൽ ഷോർട്സോ പോകാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അൺബോക്സിങ് ചെയ്ത് അന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ തുറന്ന് ഇവിടെ സെറ്റാക്കി വെക്കാം. പിന്നെ ഇത് നിങ്ങൾ ഞാൻ മുമ്പ് കാണിച്ചത് തോന്നുന്നു, നമ്മുടെ തലോണയുടെ അല്ലെ പില്ലോടെ കവറാണ്. ഈ പില്ലോടെ കവറിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഞാൻ ജുമാട്ടിന്ന് മറ്റേ മേടിച്ചതാണ് കേട്ടോ. ഇങ്ങനെയാണ് പില്ലോ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റേ നൈലോണിൻ്റെ നൂലുണ്ടല്ലോ, അതിങ്ങനെ നിറയ്ക്കും. അപ്പോൾ ഇതൊരു പില്ലോൻ്റെ ആവും. പിന്നെ നമ്മൾ അതിന് പില്ലോൻ്റെ കവറിടും, എന്നിട്ട് അത് ഉപയോഗിക്കും. ഞാൻ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലത്തെ എല്ലാ പില്ലോ കവറുകളും യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറേ ഇവിടെ നമ്മുടെ ബോഡി വൈസിൻ്റെ നമ്മൾ പ്രൊമോഷന് വരുന്ന പ്രൊഡക്റ്റുകളുടെ കുറേ പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഗമ്മി ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കുറച്ച് മാനസിക സമ്മർദ്ദം വരുന്ന രീതിയിൽ ആ ഗമ്മി ഒരെണ്ണം പൊഴിച്ച് തന്നിട്ടുണ്ടെങ്കിൽ മുടി വളരില്ലേ എന്നുള്ളതല്ല, എനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു ഗമ്മി എന്ന് പറയുന്നത്. ഒരുപാട് കാലമൊക്കെ യൂസ് ചെയ്യണം നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ഫലം കാണണം എന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്കിത് ഭയങ്കര ഒരു ടെൻഷൻ റിലീഫാണ്. ഇതെന്നെ അമ്മയും കഴിക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഗമ്മി. പിന്നെ ഞാൻ ശ്രീകുട്ടൻ്റെ ടിഫിൻ ബോക്സ് നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോയിലാണോ കാണിച്ചു കൊടുത്തത് അതോ ഷോർട്സില്ല പണിയെ? അപ്പോൾ ഇതാണ് ശ്രീകുട്ടൻ്റെ. എനിക്ക് സ്റ്റീലിൻ്റെ ചോറ് മാത്രമാണ് കുറച്ചും കൂടി ശ്രീകുട്ടൻ്റെ കൺവീനിയൻറ്റും കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും തോന്നിയിട്ടുള്ളത്. ഇതൊരു വുഡിൻ്റെ പ്ലേറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് പോവില്ലേ, ആ സമയത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക, ഇപ്പോൾ ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതേ കണ്ട. ഇതും മറ്റേ പ്ലാറ്റർ എടുത്തിട്ട് പിന്നെ ഇതൊക്കെ സെയിം യൂസിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഈ വക സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിങ്ങനെ മേടിച്ച് വെക്കാനും നിങ്ങളെ പുതിയ സാധനങ്ങളിൽ വിളമ്പുന്നത് കാണിക്കാനും എല്ലാതും വന്നിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പ്രൊമോഷന് വരുന്ന പ്രൊഡക്റ്റുകളുടെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഉപയോഗിക്കാനുള്ളതും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇത് ഡാം ഡോക്കിൻ്റെ ഇതും പൊട്ടിച്ചിട്ടില്ല. ഇത് കാരണം പൊട്ടിക്കാത്തതിൻ്റെ കാരണം ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നമ്മുടെ പ്രൊമോഷന് വരുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പുറത്തുനിന്ന് വേറെ പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെയും ഞാൻ കൂടുതലും മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് എനിക്ക് നല്ല ഷെയ്ഡുകൾ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അതും കൊല്ലത്തിൽ ഒരെണ്ണമൊക്കെ കേട്ടോ. നമുക്ക് പിന്നെ ജീവിക്കാൻ വലിയ ചിലവില്ല, അത് കാരണം പിന്നെ കുഴപ്പമില്ല.
സ്ക്രീൻ ഗാർഡ് അതാണ് കേട്ടോ. അത് ഞാൻ ഒട്ടിച്ചു ഓൾറെഡി. അതിൻ്റെ പാത്രം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലേ, ഇങ്ങനെ കുളത്തിയിടില്ലേ, വേസ്റ്റ് ഇങ്ങനെ കുളത്തിയിടില്ലേ, അതാണിത്. കണ്ട, ഇതിങ്ങനെ കുളത്തിയിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വേസ്റ്റൊക്കെ ഇങ്ങനെ ഇടാനായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മറ്റേ കിച്ചൺ ടവലിൻ്റെ ഹോൾഡറാണ് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും മറ്റേ തുണികളെ നമ്മളിങ്ങനെ മടക്കി എവിടെയെങ്കിലും ഏതെങ്കിലും ഷെൽഫിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഒരെണ്ണമൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് കൈ തുടയ്ക്കാനായിട്ട് ഞാൻ എപ്പോഴും തുണി ഇങ്ങനെ നമ്മുടെ ഇട്ട ഡ്രസ്സിൻ്റെ 2 സൈഡിലും തുടച്ചാൽ 2 സൈഡും മാത്രം അഴുക്കാവും ഡ്രസ്സിൻ്റെ. വേറെ എവിടെ അഴുക്കായില്ലെങ്കിലും കൈ തുടയ്ക്കുന്ന 2 സൈഡ് ഇങ്ങനെ സിങ്കിൽ നിന്ന് വെള്ളം കഴിക്കുക, അപ്പോൾ ഇങ്ങനെ 2 സൈഡിലൂടെ തുടയാം. അങ്ങനെ വരുമ്പോൾ സമയത്താണ് ഈ ടവലിൻ്റെ ഗുണം നമ്മളറിയാം, അല്ലെങ്കിൽ ടവലിൻ്റെ യൂസ് നമ്മളറിയാം. അപ്പോൾ നമ്മൾ ടവൽ അന്വേഷിച്ച് പോണേക്കാളും വേറെ തുണിയിൽ അങ്ങോട്ട് തുടയ്ക്കും. അപ്പോൾ അതങ്ങോട്ട് കേടാവും. അപ്പോൾ ഞാൻ ആ തുണി ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അത്. ഇത് നമുക്ക് നമ്മുടെ താഴത്തെ ക്യാബിനറ്റ് ഇല്ലേ, കബോർഡില്ലേ, അവിടെ നമുക്ക് വെക്കാൻ പറ്റും. ഇതിങ്ങനെ കുളത്തിയിട്ടാൽ മതി. ഇങ്ങനെ കുളത്തിയിടുക, എന്നിട്ട് ഇതിൽ ഇങ്ങനെ നമ്മൾ തുണി ഇടുക. അപ്പോൾ അതങ്ങനെ അവിടെ കിടന്നോളൂ. അപ്പോൾ നമുക്ക് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും പ്രത്യേകിച്ച് അതിനൊരു കോട്ടൺ സംഭവിക്കില്ലായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കുളത്തിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ മിഷോ തന്നെ മേടിച്ച വേറൊരു പ്രോഡക്റ്റാണ്. ഇത് നമ്മുടെ ടിഷ്യൂ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ, ഇതൊരു പ്രത്യേകതരം മെറ്റീരിയലാണ് കേട്ടോ. കണ്ടത് നമുക്ക് ഇവിടെ ടിഷ്യൂ ആദ്യം കുറേ യൂസ് ചെയ്യുന്ന ഒരാൾ ഞാനാണ്. അപ്പോൾ നമുക്ക് ടിഷ്യൂ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. എന്നിട്ട് ഇതിന് ഇവിടെ ഓട്ടയുണ്ട്, കണ്ട, ഈ ഓട്ടയിൽ കൂടെ നമുക്ക് ഒരു പ്രത്യേകതരം മണതിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടിഷ്യൂ ഹോൾഡർ എന്ന് പറയുന്നത്. ഇതേ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ടിഷ്യൂ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കാം. ഇത് ശ്രീകുട്ടന് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുന്നൊരു സംഭവമായിരിക്കും. ശ്രീകുട്ടനാണ് ഇവിടെ ഏറ്റവും അധികം ഐസ് കഴിക്കുന്ന ആൾ. അപ്പോൾ അതേ കണ്ട, നമ്മുടെ ഐസ് ട്രേ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തൂടെ ഐസ് ഇങ്ങോട്ട് പോരും. അപ്പോൾ നമുക്ക് കൈമുറിയോ? അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ അടച്ച് വെച്ച് നമ്മളിപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ക്യൂബ്സോ അല്ലെങ്കിൽ ABC ജ്യൂസോ ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ജ്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ 2-3 എണ്ണം എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് കുടിക്കുകയാണ് ചെയ്യുക. തീരെ സമയമില്ലാത്ത നേരങ്ങളിലൊക്കെ എന്തെങ്കിലും നമുക്ക് ചില സമയങ്ങളിൽ ചില മാസങ്ങളിൽ വർക്കൊക്കെ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് വരും. ആ സമയത്തൊക്കെയാണ് നമ്മൾ ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മഞ്ഞൾ വെള്ളം ഉണ്ടല്ലോ, മഞ്ഞളും കസ്കസും അതുപോലെ തന്നെ നെല്ലിക്കും ഒക്കെ ഇട്ടിട്ട് പൊന്നോ, കൈമുറിയോടെ പൊന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് വെച്ചിട്ട് 1-2 എണ്ണം ചെറു ചൂടുവെള്ളത്തിലിട്ടിട്ട് ആപ്പിൾ സിഡർ വിനാഗറൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണ് ചെയ്യുക. ഞാനിതൊന്നും ആർക്കും റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ കാര്യം, ചാടി കയറി എല്ലാവരും ഇതങ്ങോട്ട് കുടിക്കും. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൂടാ ഒരു സാധനങ്ങളും. ഒരു 10-20 ദിവസമൊക്കെ കുടിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ 1-2 മാസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പിന്നെ വീണ്ടും കഴിക്കാൻ പറയുന്നത്. അപ്പം ഞാൻ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത സൈഡ് എഫക്റ്റ് ഇല്ലാത്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ പലരും എന്താ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പെട്ടെന്നുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടേ, അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും, ഓവർഡോസ് ആക്കും. ശ്രീകുട്ടൻ പറഞ്ഞ പോലെ തന്നെ ദേ നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. 2 എണ്ണത്തിന് അടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഹോൾഡർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നിങ്ങൾക്കറിയാലോ, നമ്മൾ 2-3 എണ്ണം കുത്താൻ പറ്റും. നമുക്ക് കുറേ എണ്ണം കുത്താൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സർക്യൂട്ടുകൾ ഓൾറെഡി ഉണ്ട്, കണ്ടോ. ഏതിലേക്കാണോ പവർ വേണ്ടത് അത് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇത് വർക്കാവോ ഈശ്വര, വർക്കാവോ അത് കുത്തി നോക്കണം. വേണ്ട കറണ്ടുമുള്ള കളികളൊന്നും വേണ്ട. ഇതെന്താണെന്നറിയോ, ഇതൊരു വാച്ചാണ്. വാച്ച് എൻ്റെ കയ്യിലത്തെ നമ്മുടെ VYBയുടെ വാച്ച് ഉണ്ടല്ലോ, അത് ഏതായിരുന്നു ആ ഒരു ചങ്ങല കണക്കിൽ ഞാൻ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്ന വാച്ച് ഉണ്ടല്ലോ, അത് എവിടുന്ന ശ്രീന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമ്മുടെ ഈ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് തന്നെയാണ്. അതിൻ്റെ പോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ച മറ്റൊരു വാച്ചാണ് ഇത്. ഇതിന് 2 സംഭവമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതൊരു പ്രത്യേക കളറാട്ടാ. ഈ സംഭവങ്ങളൊക്കെ ഒരു പ്രാവശ്യമായിട്ട് മേടിച്ചതല്ല കേട്ടോ, കുറേ തവണകളായിട്ട് മേടിച്ചതാണ്. നമ്മൾ എക്സാമിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഈ ഡാൻസ് ക്ലാസ്സിൻ്റെ ഒക്കെ ഇടയിലും ഞാൻ പെട്ടുപോയ കാരണം കൊണ്ടാണ് കാണിച്ചു തരാതിരുന്നത്. അപ്പോൾ ഇത് 2 വാച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒരെണ്ണമാണ് ഇത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ പറയുമ്പോൾ പോളിത്തീൻ കവറുകൾ ഞാൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മടക്കി ഇങ്ങനെ എടുത്ത്
ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എപ്പോഴും കവറുകൾ ആവശ്യമാണ്. ചേട്ടന്മാർക്ക് അത് കൊണ്ടുപോകാൻ, ഇത് കൊണ്ടുപോകാൻ, പപ്പകായ കൊണ്ടുപോകാൻ, അത് കടയിലേക്ക് കൊണ്ടുപോകാനും, ശ്രീകുട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കവറുണ്ടോ എന്ന് ദിനം പ്രതി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ കവർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. കണ്ട, അങ്ങനെ മേടിച്ചതാണ് ഞാനത്. പക്ഷേ ഇത് ഇത്ര ചെറുതാന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇത് യൂണിഫോം സാരിയാണ്. ഇത് നമ്മുടെ യൂണിഫോം സാരി. ഞാൻ എപ്പോഴും ഗെറ്റ് റെഡി അങ്ങനെ എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു റെഡ് നിങ്ങൾ ഓൾറെഡി ഉടുത്തിട്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഒരു ഗ്രീനാണുള്ളത് കേട്ടോ. ഇത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു മഞ്ഞ ബ്ലൗസിൻ്റെ ഒപ്പം ഞാൻ പെയർ ചെയ്ത് കാണിച്ചു തരാം. അത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുന്നതാണ്. നമ്മൾ റെഡി ടു വെയർ സാരി എടുക്കുമ്പോൾ 2000 രൂപ 3000 രൂപയ്ക്കാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് 1000 സംതിങ് രൂപയുള്ളൂ. അത്ര വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ കംഫർട്ടബിളാണ്. ഉടുത്ത് നമുക്ക് പടപടയെന്ന് പണി കഴിക്കാൻ പോലെ. സാരി ഉടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരൈറ്റാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കുക്കർ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു കുക്കറ് നമ്മുടെ കയ്യിലിരിക്കുന്ന കുക്കർ കുറച്ച് പഴകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ കടയിലേക്ക് ഒരു കുക്കർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നതല്ല വെച്ചിട്ട് അമ്മ ഇത് എനിക്ക് തന്നിട്ട് അമ്മ പഴയത് കൊണ്ടുപോകാറുണ്ട്. പുതിയൊരു എടുത്തോളാൻ പറഞ്ഞെല്ലാം എടുക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്യാരണ്ടി കാർഡും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് അതിൻ്റെ ഒരു അടപ്പ് എന്ന് പറയുന്നത്. ഇതാ, നല്ല സിമ്പിളായിട്ട് അടങ്ങുന്നുണ്ട് കേട്ടോ. അതേ കണ്ട, നമ്മൾക്ക് ഒരു കറിയൊക്കെ വെക്കണമെങ്കിൽ അടിപൊളിയാണ്. ഇത് മതി. വുഡിൻ്റെ ഉണ്ട്, നമ്മുടെ കിച്ചൺ ഓർഗനൈസേഴ്സ് ഉണ്ട്. അത് നമുക്കൊരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ പുതിയത് മേടിച്ച കുറച്ച് അൽത്തുകുലത്ത് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. സമയം ഒരുപാട് വൈകി. നാളെ നമുക്ക് ഷൂട്ടുണ്ട്. നാളെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് റീലെടുക്കണ ഷൂട്ടുണ്ട്. ഇവിടെയൊക്കെ ആകെ അലങ്കോലായി. ഒരു വട്ടം അടിച്ചു വാരി തുടച്ചിട്ടതാണ്. ഇനിയും ചെയ്യാനായിട്ട് വയ്യാണ്ടായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചാൾസ് ഉണ്ടല്ലോ, നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ക്യാമറ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ റീൽസ് എടുക്കാനായിട്ട് ചില സമയങ്ങളിൽ ചാൾസ് വരാറുണ്ട്. ഇങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഉള്ളി സവോളയൊക്കെ നന്നാക്കി വയ്ക്കാനുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കാനൊക്കെ ഉണ്ട്. ശ്രീകുട്ടൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ മേടിച്ചു കൊടുന്നിട്ട് അതൊക്കെ എന്തൊക്കെയോ ചെയ്തു തരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ ചെയ്താൽ മതി എന്ന് ചോദിക്കണം. അപ്പോൾ നാളെ ചെയ്താൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആയി. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ പോയിട്ട് ഇത് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് നമ്മുടെ മറ്റേ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇവിടെയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയിടാം. എന്തോരോ സാധനങ്ങളാണെന്നറിയോ. കുറച്ച് സാധനങ്ങൾ അൺബോക്സിങ് ചെയ്തപ്പോൾ ഒരു കുന്ന് കാർഡ്ബോർഡും സാധനങ്ങളൊക്കെ. അത് നമുക്ക് ഹരിതസേനയിലത്തെ ചേച്ചിമാർക്ക് കൊടുക്കാം കേട്ടോ. നാളെ മതിയില്ലേ ശ്രീകുട്ടാന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു നാളെ മതി, എന്നാലും ഇന്നമ്മയ്ക്ക് നേരം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആളെ മുറിക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ. അതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടെ ചെയ്യും. നല്ല കാര്യമാണല്ലേ. അതൊക്കെ കാണാനും അതൊക്കെ ഫീൽ ചെയ്യാനും അവർക്കൊരു ത്വരയുണ്ടല്ലോ. അത് നമ്മൾ വളർത്തിയെടുക്കുന്നത് നല്ലതായിരിക്കും. നോക്ക്, കാലുമ്മ ഷൂ അവിടെ നിന്നിട്ടാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിലർ ഷോർട്സ് കാണില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇതിൽ വഴി വീണ്ടും ഷെയർ
ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ നല്ലൊരു പിങ്ക് ആവും വയലറ്റ് ആവും എന്ന് വിചാരിച്ചാണ് മേടിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഈ ഒരു കളറായിരുന്നു. ഇവിടെ കുഞ്ഞനും ശ്രീകുട്ടനാണ് ഏറ്റവും അധികം ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്ന ആൾ കേട്ടോ. എനിക്ക് സംഭവത്തിനോട് വലിയ താല്പര്യമില്ല, വലുതല്ല ഒട്ടും താല്പര്യമില്ല. പിന്നെ ഉപ്പൊക്കെ കൂട്ടി കഴിച്ചാൽ മതി എന്ന് ആരോഗ്യ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നു. എന്നെ ആക്കിയതാണോ എന്നറിയില്ല. നമ്മൾ കുറച്ച് പാലും പിന്നെ പഞ്ചസാരയും കുറച്ച് ക്രീമും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ഷേക്ക് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. കട്ടപ്പാലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഐസ്ക്രീം രൂപത്തിൽ കിട്ടുമായിരുന്നു. പക്ഷെ സംഭവം സെറ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ശ്രീകുട്ടനെ നല്ല ഇഷ്ടമായി. ശ്രീകുട്ടനെ ബി കോംപ്ലക്സിന്റെ കുറവുണ്ട്. അപ്പോ കുറച്ചധികം പൊട്ടിയിട്ടുണ്ട്. നെല്ലിക്ക കഴിച്ചാൽ മാറും, പക്ഷെ കുറച്ചധികം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ബി കോംപ്ലക്സിന്റെ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ടാണ്. അതവിടെ പോയിട്ട് ടി വി കണ്ടാൽ മതി. ഇത് കണ്ടോ? എനിക്ക് ഈ ഗുളികയോണ്ടുള്ളൊരു സ്നേഹം എന്ന് പറഞ്ഞാലേ ഇത് അങ്ങനെ വയലിടൊപ്പം തന്നെ കയ്പുണ്ടാവില്ല. ഉള്ളിൽ കൂടെ അരിയണം. ശ്രീകുട്ടന് ഗുളിക കൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമുക്ക് ഈ കുപ്പികൾ ഇതിൽ കിട്ടണം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് മറ്റേ വെളുത്തുള്ളി സംഭവങ്ങള് കരിഞ്ഞ് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നാളെ എനിക്ക് ഷൂട്ട് കുറച്ച് എളുപ്പമാവും. അപ്പൊ നമ്മൾ ആ പരിപാടിയിലേക്ക് കടക്കാൻ പോയാൽ അതുകൂടെ കഴിഞ്ഞ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ്. നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ സെറ്റാവുമെന്നാണ് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്തു വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടൊരു പ്ലാനിങ് ഒക്കെ ചെയ്തു വയ്ക്കും. പിന്നെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാനിങ് ചെയ്യേണ്ടത് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് ഒഴിവാക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള ദിവസം എന്ന് പറയുന്നത്. വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നാളെ കാലത്തേക്ക് മാത്രം ഇട്ടാ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഒക്കെ നമ്മൾ നാളെ കാലത്ത് അടിക്കാന്ന് വെച്ചിട്ടാണ് ഏകദേശം ടയേർഡായിടാം. നമുക്ക് ഇത് നാളത്തേക്ക് വേണ്ട റെസിപ്പീസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. അപ്പൊ അത് പതുക്കെ പോയിട്ട് എഴുതിയാലോ. ഒരു 10-16 മണിക്കൂറിനെയാണല്ലേ നമ്മളിങ്ങനെ ചുരുക്കി ഒരു 40 മിനിറ്റിലേക്ക് ആക്കുന്നത്. 40 മിനിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമോ കാണാൻ? ഇല്ലെങ്കിലും കണ്ടിരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.